So, good morning, students. So, today we are going to begin with our next topic, that is printing a series. So, consider the following series: x plus x square by 2 plus x cube by 3 plus x raised to 4 by 4 plus x raised to n by n. Let's write a program that will ask a user to input a number n and print this series for that number. Okay. So in this particular topic, printing a series, നമ്മുടെ മെയിൻ മോട്ടീവ് എന്താണ്? നമുക്കൊരു സീരീസ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം. റൈറ്റ്, ഒരു സീരീസ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഓഫ് ദ ഫോം. ഈ ഒരു പർട്ടിക്കുലർ സീരീസിന്റെ കേസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുക. എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂ ബൈ 3 പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 എക്സ് റേസ് ടു n ബൈ n. ഇങ്ങനൊരു സീരീസ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം. അങ്ങനെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടത്തക്കോണം ഹൗ ക്യാൻ വി കൺസ്ട്രക്ട് എ പ്രോഗ്രാം. ആൻഡ് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ലെറ്റ്സ് റൈറ്റ് എ പ്രോഗ്രാം ദാറ്റ് വിൽ ആസ്ക് എ യൂസർ ടു ഇൻപുട്ട് എ നമ്പർ n. അതായത് യൂസറിനോട് ഒരു നമ്പർ n ഇൻപുട്ട് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യാനായിട്ട് ചോദിക്കുന്നു. അപ്പം നമ്പർ യൂസർ എന്ന് പറയുമ്പോൾ പ്രോഗ്രാം ചെയ്യുന്ന ആളാണ് യൂസർ. കമ്പ്യൂട്ടർ ആഫ്റ്റർ നമ്മൾ ഔട്ട്പുട്ട് റൺ ചെയ്ത് കഴിയുമ്പം യൂസറിനോട് ഒരു നമ്പർ n ആവശ്യപ്പെടുന്നു. നമ്മൾ യൂസർ നമ്പർ എൻറ്റർ ചെയ്യുന്ന നമ്മുടെ ഇഷ്ടത്തിനുള്ള നമ്പർ. സപ്പോസ് ഇഫ് യു ആർ എൻട്രിങ് n ഈക്വൽ ടു 3 എന്ന് എൻറ്റർ ചെയ്യാന്നിരിക്കട്ടെ. എന്നിൻ്റെ വാല്യൂ 3 എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എൻറ്റർ അമുക്കുമ്പോൾ ഫസ്റ്റ് 3 ടേംസ് ഇവിടെ n ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇഫ് യു ആർ പുട്ടിങ് n ഈക്വൽ ടു 3, അവർ സീരീസ് വിൽ ബിക്കം x plus x square by 2 plus x cube by 3. Okay, so when we are putting n equal to 3, output will come as x plus x square by 2 plus x cube by 3. അങ്ങനെ ഒരു program ആണ്. We can print this series using the following program. So first let us see how we can print this series. So let us see our program. From SymPy import symbol pprint init underscore printing. Okay, we can see that this series is a series in terms of x, right? In terms of a variable x. So this variable in Python we call it as symbol. Okay, so from that we can see that we have നമ്മൾ ഈ സിംബോൾ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് എന്തായാലും. സോ സിംബോൾ ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ആദ്യമേ നമ്മൾ സിംബോൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ പി പ്രിന്റ് ഫംഗ്ഷൻ എന്തിനാ ഇമ്പോർട്ട് ചെയ്യുന്നത്? സോ പി പ്രിന്റ് പ്രിന്റിംഗ് മീൻസ് പ്രിറ്റി പ്രിന്റിംഗ്. പ്രിറ്റി പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മാത്തമാറ്റിക്സ് നമ്മൾ സാറിന് നോട്ട്ബുക്ക് എഴുതുന്ന പോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടാനായിട്ടാണ് പി പ്രിന്റ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് ഇനിറ്റ് അണ്ടർസ്കോർ പ്രിന്റിംഗ്. Init printing. Okay, init it is. Why do we use init underscore printing? എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത് എങ്ങനെയാണ്? എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂ ബൈ 3 പ്ലസ് എക്സെട്ര. അപ്പോൾ ഈ ഇനിറ്റ് അണ്ടർസ്കോർ പ്രിന്റിംഗ് നമ്മൾ സാറിന് എന്തിനാ യൂസ് ചെയ്യുന്നത്? കാരണം ഈ പവർ ലോവർ ഡിഗ്രി ടു ഹയർ ഡിഗ്രി പ്രിന്റ് ആയി കിട്ടാനായിട്ടാണ് നമ്മൾ ഇനിറ്റ് അണ്ടർസ്കോർ പ്രിന്റിംഗ് യൂസ് ചെയ്യുക. നമ്മൾ ഈ ഒരു ഇനിറ്റ് അണ്ടർസ്കോർ പ്രിന്റിംഗ് യൂസ് ചെയ്തില്ലെങ്കിൽ തിരിച്ചായിരിക്കും വരാൻ പോകുന്നത്. അതായത് എക്സ് റേസ് ടു n ബൈ n പ്ലസ് എക്സ് റേസ് ടു n മൈനസ് 1 ബൈ n മൈനസ് 1 പ്ലസ് എക്സെട്ര അപ് ടു എക്സ്. സോ ടു ഗെറ്റ് ഇൻ ദിസ് പർട്ടിക്കുലർ ഓർഡർ, ഈ ഒരു ഓർഡർ കിട്ടാനായിട്ടാണ് നമ്മൾ ഇനിറ്റ് അണ്ടർസ്കോർ പ്രിന്റിംഗ് എന്നുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് see how we can write this program. Define df print underscore series bracket n colon. So there should not be any space between them and it is separated by an underscore. Okay, നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യാം. Define print underscore series parameter function, parameter is n colon കഴിഞ്ഞ് രണ്ട് സ്പേസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് രണ്ട് സ്പേസ് വിട്ട് കഴിഞ്ഞിട്ട് init underscore printing function order equal to reverse underscore lex. Okay,
ഈ ഒരു ഇനിറ്റ് പ്രിന്റിങ്ങിന്റെ ഈ ഒരു കംപ്ലീറ്റ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ഒരു റിവേഴ്സ് ഓർഡറിൽ വരാനായിട്ട്, അതായത് ലോവർ ടു ഹയർ പവറിലേക്ക് ടേംസ് വേണം നമുക്ക് ഔട്ട്പുട്ടിൽ. അതുകൊണ്ടാണ് ഈ ഒരു ഫസ്റ്റ് ലൈൻ നമ്മളിവിടെ എഴുതുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സ് ഈസ് ഈക്വൽ ടു സിംബോൾ ഫംഗ്ഷൻ സിംഗിൾ ഇൻവേർട്ടഡ് എക്സ്. എക്സ് ഈക്വൽ ടു സിംബോൾ എക്സ്. കാരണം എന്താണ്? ഇവിടെ എക്സ് എന്ന് പറയുന്നത് നമുക്കൊരു വി ഹാവ് ടു കൺസിഡർ it as a variable, so we are using the symbol function x equal to symbol single inverted x. Now we are going to, we want the series as output. Okay, series നമുക്ക് output ആയിട്ട് വേണം. അതുകൊണ്ട് we are going to begin our ഒരു പെർട്ടിക്കുലർ സീരീസ് കിട്ടാനായിട്ടുള്ള പ്രോഗ്രാമാണ് നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ളത്. സീരീസ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടാനായിട്ടുള്ള statements ആണ്. Okay, first series is equal to x. Series is equal to x. For we are going to use the for loop. For എന്ന് പറഞ്ഞ ഒരു കീവേഡ് ആണ്. I in range 2, n plus 1. Okay, so our range function is from I യുടെ വാല്യൂ എന്താണ്? From 2 to n plus 1. 2 to n plus 1 എന്ന് പറയുമ്പം the computer will consider the value of I from 2 to n. Okay, ഞാൻ എപ്പോഴും പറഞ്ഞു ലാസ്റ്റ് n plus 1 ആണെങ്കിൽ 2 to n വരെ കൺസിഡർ ചെയ്യത്തുള്ളൂ. ലാസ്റ്റ് n ആണെങ്കിൽ 2 to n minus 1 വരെ കൺസിഡർ ചെയ്യത്തുള്ളൂ. കോളൻ സീരീസ് ഈസ് ഈക്വൽ ടു സീരീസ് പ്ലസ് എക്സ്. നമുക്ക് എന്താണ് ഔട്ട്പുട്ട് ആയിട്ട് വേണ്ടത്? സീരീസ് ഈക്വൽ ടു സീരീസ് പ്ലസ് എക്സ് സ്റ്റാർ ഐ, അതായത് എക്സ് റേസ് ടു ഐ ബൈ ഐ. ഇതാണ് നമ്മുടെ സീരീസിന്റെ ഫോം. ഓക്കെ, സോ അവർ ഫസ്റ്റ് ടേം സീരീസ് ഈക്വൽ ടു എക്സ്. ആദ്യം സീരീസിന്റെ വാല്യൂ എന്താണ്? എക്സ് ആണ്. സോ എക്സ്, അത് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ 2 to n plus 1 വരെ. സീരീസ് ഈക്വൽ ടു സീരീസ് പ്ലസ്, അതായത് എക്സ് പ്ലസ് എക്സ് റേസ് ടു 2 by 2. Print, you will be getting x raised to 2 by 2. Okay, again I equal to, നമ്മളിവിടെ ഞാൻ പറഞ്ഞു n വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഫൈനലി യു വിൽ ബി ഗെറ്റിംഗ് ദ സീരീസ് x equal to x plus x square by 2 plus x cube by 3 plus up to x raised to n by n. Okay, so to get this printed we are going to give the pprint function of series. Okay, series print ആയി കിട്ടാനായിട്ട് നമ്മൾ pprint series, pprint function series. Okay, so till pprint function series we have discussed. After that what we are getting is if, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ if കഴിഞ്ഞ് 2 less than 3ക്ക് പകരം നമ്മൾ ചെയ്യേണ്ട കമാൻഡ് ഇതാണ്. അതായത് if double underscore name underscore equal to single inverted comma underscore main underscore single inverted comma close colon. Okay, ഇത്രയും കമാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് we are having എൻറ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി സ്പേസ് വരും. അത് ഓൾറെഡി സ്പേസ് വരുന്നതിൻ്റെ കൂടെ തന്നെ 2 സ്പേസ് ലീവ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. n equal to input function enter the number of terms in the series. Okay, n എന്ന് പറഞ്ഞാൽ എന്താ? n എന്ന് പറഞ്ഞാൽ n എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. n എന്ന് പറഞ്ഞാൽ we are going to use the input function. Input function എന്തിനാണ്? കാരണം ഈ n എന്ന് പറയുന്ന കാര്യം നമ്മൾ ഈ യൂസറിനോട് ചോദിക്കുമല്ലേ, we are asking the user to enter that value of n. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ചെയ്യാനായിട്ട് we are asking the user. So n equal to input single inverted enter the number of terms in the series colon. Okay, അപ്പൊ ഈ ഒരു ലൈൻ അതേപോലെ തന്നെ പ്രിന്റ് ആയി കിട്ടും. എന്നിട്ടൊരു കേഴ്സർ ബ്ലിങ്ക് ചെയ്തിരിക്കും. ആ കേഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നിടത്ത് നമ്മൾ ഒരു വാല്യൂ പുട്ട് ചെയ്യും. അപ്പൊ കമ്പ്യൂട്ടർ ആ വാല്യൂവിനെ n ആയിട്ട് അസ്യൂം ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് ആ ഒരു വാല്യൂ ഒരു ഇൻറ്റിജർ വാല്യൂ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പ്രിന്റ് അണ്ടർസ്കോർ സീരീസ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ സീരീസ് പ്രിന്റ് ആയിട്ട് കിട്ടും. ഓക്കെ,
series printed that series will be yes executed. അതായത് n equal to നമ്മൾ ഏത് വാല്യൂ ഇടുന്ന അനുസരിച്ച് ഔട്ട്പുട്ട് കിട്ടും. Then another, so when you run this program, it asks you to input a number. Okay, input a number. Okay, the program will ask you to input a number and then print the series up to that term. Okay, program, when we run this program, we will be getting the output directly. ഇങ്ങനെ എഴുതി വരും, enter the number of terms in the series colon. Okay, ആ സെന്റൻസ് അതേപോലെ തന്നെ ഔട്ട്പുട്ട് ആയിട്ട് വരും. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ഇവിടെ ഒരു ബ്ലിങ്ക്, ഒരു കേഴ്സർ, ബ്ലിങ്ക് ചെയ്യുന്ന ഒരു കേഴ്സറും കൂടെ വരും. We'll put 4 there. So when we put some value 4, when we put some value 4 കഴിഞ്ഞ് when we put an enter ചെയ്യുമ്പോൾ you will be getting the series as output. 4ന്റെ ആൻസർ എന്തായിരിക്കും? Okay, so enter the number of terms in the series. ഔട്ട്പുട്ട് വരുന്നത് എന്താണ്? enter the number of terms in the series colon. എന്നിട്ടൊരു കേഴ്സർ തന്നിരിക്കും. കേഴ്സർ തരുന്നിടത്ത് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ നമ്മൾ എൻറ്റർ ചെയ്യും. ഓക്കെ, നമ്മൾ എൻറ്റർ ചെയ്യുന്ന ഒരു ഇൻറ്റിജർ ആയിരിക്കണം എന്ന് ഇവിടെ ഉണ്ട്. റൈറ്റ്, ഇൻറ്റിജർ ആയിരിക്കണമെന്നില്ല, നമ്പർ ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇവിടെ തന്നിരിക്കുന്നത് കണ്ടോ, നമ്മൾ കൊടുത്തിരിക്കുന്ന, നമ്മൾ എൻറ്റർ ചെയ്യുന്ന വാല്യൂ ഇൻറ്റിജർ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതായത് ഇഫ് യു ആർ ഇൻപുട്ടിങ് എ ഡെസിമൽ വാല്യൂ, ഇഫ് യു ആർ ഇൻപുട്ടിങ് എ ഡെസിമൽ വാല്യൂസ്, അതായത് ഡെസിമൽ വാല്യൂ ആണെങ്കിൽ അതിനെ ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 4.5 കൊടുക്കുകയാണെങ്കിൽ 4 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ബൈ 2 പ്ലസ് എക്സ് ക്യൂ ബൈ 3 പ്ലസ് എക്സ് റേസ് ടു 4/4 എന്ന് വരും. ഓക്കെ, ഇതൊരു നമ്മൾ വേറെ ഇതിൽ ആൽഫബറ്റ് കൊടുക്കുകയാണെങ്കിൽ എറർ എന്ന് വരും. സോ ദാറ്റ് വിൽ ബി അവർ ഔട്ട്പുട്ട്. Substituting in values. Let us calculate the value of the function of the expression for certain values of the variable. നമുക്ക് ആ ഒരു ടൈറ്റിലിൽ നിന്ന് തന്നെ മനസ്സിലാവും. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? സാറിന് നമുക്കൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ, സപ്പോസ് വി ആർ ഹാവിങ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇൻ എക്സ് ആൻഡ് വൈ, ആൻഡ് എക്സിനും വൈക്കും ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് വാല്യൂസ് ആവശ്യമുണ്ടെങ്കിൽ വി യൂസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത പോലെ തന്നെ ഇൻറ്റിജർ ഫംഗ്ഷൻ, ഫ്ലോട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻ. Consider the mathematical expression x square plus 2xy plus y square, okay, which can be defined as, അപ്പോൾ ഈ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൺസിഡർ ചെയ്യണം. ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിനെ ആദ്യം സിംബോൾസ് ആയിട്ട് എക്സ് കോമ വൈ, ഇപ്പൊ ഇവിടെ 2 വേരിയബിൾ ഉണ്ട്, ഒന്നി അതിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം, എക്സ് ഈക്വൽ ടു സിംബോൾ എക്സ്, വൈ ഈക്വൽ ടു സിംബോൾ വൈ എന്ന് എഴുതാം. അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് നമുക്ക് സിംബോളായിട്ട് അസ്യൂം ചെയ്യണമെങ്കിൽ എക്സ് കോമ വൈ ഈക്വൽ ടു സിംബോൾസ് ബ്രാക്കറ്റ് സിംഗിൾ ഇൻവെർട്ടഡ് എക്സ് കോമ വൈ. പിന്നെ ഇവിടെ എല്ലാം ഞാൻ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ എപ്പോഴും ചിലപ്പം റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. ദ തിങ് ഈസ് ദാറ്റ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഒക്കെ എഴുതുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സിംബോൾ അല്ലെങ്കിൽ സിംബോൾസ് ഇമ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളത് ഇമ്പോർട്ട് ചെയ്യാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എറർ കാണിക്കും. So before this statement we have to first import symbols. From symbol we have to import symbols or symbol, എന്നാലേ ഇത് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. Okay, so first we are going to consider x and y as a symbol. Symbol means we are considering it as a variable. Now അത് കഴിഞ്ഞ് എൻറ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് ലൈൻ p is equal to x star x plus 2 star x star y, അതായത് ഈ എക്സ്പ്രഷൻ തന്നെ x raised to x, ഒന്നി ഇങ്ങനെ ചെയ്യാം, എക്സ് സ്ക്വയർ എന്നല്ലേ കിടക്കുന്നത്, അപ്പം എക്സ് സ്റ്റാർ എക്സ് എന്നിടാം, അല്ലെങ്കിൽ എക്സ് സ്റ്റാർ സ്റ്റാർ 2 എന്നിട്ടാലും കുഴപ്പമില്ല. അതേപോലെ 2 സ്റ്റാർ എക്സ് സ്റ്റാർ വൈ, 2 സ്റ്റാർ എക്സ് സ്റ്റാർ വൈ പ്ലസ് വൈ സ്റ്റാർ സ്റ്റാർ 2 എന്നിട്ടാലും കുഴപ്പമില്ല, വൈ സ്റ്റാർ വൈ എന്നിട്ടാലും കുഴപ്പമില്ല. Now we are going to use some substitution function ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. You can substitute numbers in here
the symbols using the substitute SUBS subs function. SUBS function. SUBS function use ചെയ്താണ് നമ്മളിനി substitution ചെയ്യുക. So P is equal to SUBS function. ഇവിടെ എക്സ് രണ്ട് വേരിയബിൾസ് ഉണ്ടല്ലോ, എക്സ് ആൻഡ് വൈ. അപ്പം എക്സിന് 1ഉം വൈക്ക് 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു ചെയ്ത് കൊടുക്കാനുള്ള ഒരു രീതിയാണ്. അപ്പം we are planning to put x equal to 1, y equal. So അതിനായിട്ട് bracket, curly bracket, x colon 1 comma y colon 2, say curly bracket close, bracket close. So ഈ ഒരു പാറ്റേൺ, ഈ ഒരു ഫോർമാറ്റ് അതേപോലെ തന്നെ ചെയ്താലേ നമുക്ക് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇവിടെ എക്സിന് 1 മാത്രം കൊടുത്താൽ മതിയായിരുന്നെങ്കിൽ അത് മാത്രം അങ്ങ് മതി, ഈ ബ്രാക്കറ്റ് ഒരെണ്ണം മാത്രം മതിയായിരുന്നു നമുക്ക്. എക്സും വൈയും ഉള്ളതുകൊണ്ട് വിൽ ബി സെപ്പറേറ്റിംഗ് ഇറ്റ് ബൈ കോമാസ്. അത് കഴിഞ്ഞ് എൻട്രി ചെയ്യുമ്പോൾ എന്ത് കിട്ടി? യു ആർ ഗെറ്റിംഗ് 9, റൈറ്റ്? അതായത് എക്സ് ഈക്വൽ ടു 1, 1 പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 2, 2 ഇൻറ്റു 1 into 2, that is 1 plus 4 plus 1, 1 plus 4 plus 4, okay, that is 9. So output is 9. You can also express one symbol in terms of another and substitute accordingly. അതായത് ഒരു സിംബോളിനെ വേറെ, അതായത് let x equal to 1 minus y എന്ന് നമുക്ക് കൊടുക്കണമെങ്കിലും അത് ഇതേപോലെ തന്നെ ചെയ്യാം. P equal to substitute function apply ചെയ്യും, curly bracket x colon 1 minus y, enter. So അങ്ങനെ ചെയ്യുമ്പോൾ y square plus 2 star y star, ഔട്ട്പുട്ട് എങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക അതേപോലെ തന്നെ കിട്ടും. ഓക്കെ, ആൻഡ് ഇത് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഇത് സിംപ്ലിഫൈ അല്ലെങ്കിൽ എക്സ്പാൻഡ് അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ ഫാക്ടർ ഫംഗ്ഷനും, ഇത് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നോട്ട് സിംപ്ലിഫൈ, factor and expand function use to expand this function. So if you want the result to be simplified further, for example, if there are terms that can cancel each other out, right? ഇത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് we can also use simplify function. Simplify function യൂസ് ചെയ്ത് നമുക്ക് അതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. അതായത് simplify function P is equal to, so ഡയറക്റ്റ് നമ്മൾ നമ്മുടെ എക്സ്പ്രഷനെ T equal to ഈ ഒരു എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ we can directly apply simplify bracket. ഒന്നീ ആ എക്സ്പ്രഷൻ എഴുതാം, അല്ലെങ്കിൽ ടീനെ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ട് ബ്രാക്കറ്റ് T എന്നിട്ടാലും കുഴപ്പമില്ല. ബട്ട് ഇവിടെ ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ നമ്മളൊരു പുതിയ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് അത് ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ദാറ്റ് function and then apply it. Okay, സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഈ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ, ഡിക്ഷണറി ഈസ് അനദർ ടൈപ്പ് ഓഫ് ഡേറ്റ സ്ട്രക്ചർ. ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്നുള്ള രീതി തന്നെ ഉദ്ദേശിക്കുന്നത് ഡേറ്റ സ്ട്രക്ചർ. അതായത് നമ്മുടെ യൂസറിന്റെ കയ്യിൽ നിന്ന് എത്ര വാല്യൂസ് ആണ് നേരത്തെ കൺസിഡർ ചെയ്തത്? ഒരു വാല്യൂ ആണ്. എന്താണ്? ലാസ്റ്റ് പ്രോഗ്രാം പ്രിന്റിംഗ് എ സീരീസിന്റെ കേസിൽ നമ്മൾ യൂസറിന്റെ കയ്യിൽ നിന്ന് ഒരു വാല്യൂ മാത്രമേ ഇൻപുട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് എത്ര എന്നിന്റെ വാല്യൂ മാത്രമാണ് ഇൻപുട്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ ഇൻ ദിസ് കേസ് വി ആർ ഗോയിങ് ടു ഇൻപുട്ട് 2 വാല്യൂസ്. സോ ഹിയർ ഇവിടെ 2 വാല്യൂ ആണ് നമ്മൾ യൂസറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ എന്റെ വാല്യൂ, നേരത്തെ ചെയ്ത പോലെ തന്നെ എന്നിന്റെ വാല്യൂ എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നൗ വി നീഡ് ദ വാല്യൂ ഓഫ് എക്സ് ഓൾസോ. എക്സിന്റെ വാല്യൂ നമ്മൾ യൂസറിനോട് ചോദിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മളൊരു earlier we were considering only one input, so
in the previous example, when we are defining, we had only one parameter. Here we are having two parameters because we are considering two inputs from the user. Now let us see the program. The program will be output both the series and the sum. നമുക്ക് ഔട്ട്പുട്ടിൽ സീരീസും സമ്മും വേണം. സീരീസ് എഴുതി വേണം, അതേപോലെ തന്നെ സമ്മും എൻട്രി ആയി വരണം. Series and sum both should be entered. Now let us see the program. From SymPy import symbol pprint init underscore printing. ഈ മൂന്ന് കാര്യങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഇവിടെ സീരീസ് പ്രിന്റ് ആയി കിട്ടുന്നുണ്ട്. സീരീസ് പ്രിന്റ് ആയി കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ വേരിയബിൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ആണ് സീരീസ്. So whenever we need a variable in our output, we always import symbol. Okay. അതേപോലെ തന്നെ pprint എന്തിനാ, നമുക്ക് സാറ് നോട്ട്ബുക്കിൽ ചെയ്യുന്ന പോലെ തന്നെ വൃത്തിയായിട്ട് പ്രിന്റ് ആയി കിട്ടണമെങ്കിൽ we use pprint. Another is init underscore printing. Why do we use init underscore printing? കാരണം നമുക്ക് ആ സീരീസിന്റെ രീതി എങ്ങനെയായിരിക്കണം, ഫ്രം ലോവർ ഡിഗ്രി ടു ഹയർ ഡിഗ്രി. So we are also using init underscore printing. Now let us define. Okay, ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് ഡിഫൈൻ ചെയ്യാം. Let us define our function. Print underscore series function n, x value. Okay, ഞാൻ പറഞ്ഞു നമുക്ക് യൂസറിനോട് രണ്ട് കാര്യങ്ങളാണ്, യൂസറിൽ നിന്ന് രണ്ട് ഇൻപുട്സ് ആവശ്യമുള്ളത്. സോ വി ആർ ടേക്കിംഗ് ടു പാരാമീറ്റർ n, x underscore value. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനിറ്റ് ഇവിടെ അണ്ടർസ്കോർ വരും. ഓക്കെ, പ്ലീസ് റൈറ്റ് അണ്ടർസ്കോർ ഹിയർ. ഇനിറ്റ് അണ്ടർസ്കോർ പ്രിന്റിംഗ്, ഇതെല്ലാം അടുപ്പിച്ചടുപ്പിച്ചാണ് വരുന്നത്. പ്രിന്റിംഗ് ഫംഗ്ഷൻ ആയത് ഓർഡർ ഈക്വൽ ടു റിവേഴ്സ് അണ്ടർസ്കോർ ലെക്സ് സിംഗിൾ ഇൻവെർട്ടഡ് കോമ ക്ലോസ് ബ്രാക്കറ്റ് ക്ലോസ്. എക്സ് ഈക്വൽ ടു സിംബോൾ എക്സ്. നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സിനെ നമ്മൾ വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ വി ആർ doing this statement. Now നേരത്തെ ചെയ്ത പോലെ തന്നെ again the next line is also like the previous example. Series is equal to x. നമുക്ക് ആ സീരീസ് പ്രിന്റ് ആയി കിട്ടണമല്ലോ. We need two outputs. One is series and sum. And നമ്മുടെ യൂസറിനോടാണെങ്കിലും രണ്ട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. എന്നിന്റെ വാല്യൂ അറിയാമെങ്കിലേ സീരീസ് ഔട്ട്പുട്ട് ആയിട്ട് ചെയ്യണം. അതേപോലെ തന്നെ എക്സിന്റെ വാല്യൂ അറിഞ്ഞിട്ട് വേണം സം നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടാൻ. സോ ഫോർ I in the range 2 to n+1 colon series equal to series plus x star star I divided by I. So backslash I. pprint series. സോ ഇത്രയും കാര്യങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനിയിപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇത്. ഇനിയും ലിസൺ ഹിയർ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും നിങ്ങൾ ഈ ഒരു സിംബോൾ കാണും, ഹാഷ്. ദിസ് ഈസ് നോൺ ആസ് ഹാഷ് സിംബോൾ, റൈറ്റ്? ഈ ഹാഷ് സിംബോൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും നമ്മൾ ഹാഷ് ഇട്ടിട്ട് പൈത്തണിൽ എന്ത് എഴുതിയാലും ആ ഒരു ലൈൻ എക്സിക്യൂട്ട് ആവത്തില്ല, റൈറ്റ്? ഇൻ പൈത്തൺ if we are putting hash and doing something, that it will not be executed. അപ്പോൾ ടെക്സ്റ്റിൻ്റെ അകത്ത് ഈ ഒരു ഹാഷ് ഇട്ട് തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം തന്നിരിക്കുന്ന സെൻറ്റൻസ് ആണ്. അത് ഒരിക്കലും നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ചെയ്യത്തില്ല. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്ത് എക്സ് വാല്യൂ ഫൈൻഡ് ചെയ്യണം. എക്സ് വാല്യൂ യൂസ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സം ഫൈൻഡ് ചെയ്യണം, സം ഓഫ് ദ സീരീസ്. ഈ രണ്ട് ലൈൻ എന്ന് പറഞ്ഞാൽ ഓൺലി ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഈ ഹാഷ് സ്റ്റാർട്ട് ചെയ്ത് ഏതൊരു കമാൻഡ് കണ്ടാലും യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ഓൺലി ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് യു വിൽ നോട്ട് റൈറ്റ് ദിസ് ഇൻ യുവർ പ്രോഗ്രാം. ഹിയർ നെക്സ്റ്റ് ഈസ് അനദർ ഇൻട്രസ്റ്റിംഗ് ഒരു പുതിയ ഫംഗ്ഷനാണ്. ഇതൊരു നമ്മൾ യൂസ് ചെയ്യാത്തൊരു ഫംഗ്ഷനാണ്, ദാറ്റ് ഈസ് ഫോർമാറ്റ് ഫംഗ്ഷൻ. സോ സാധാരണ ഫോർമാറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പം ഇത് നമ്മളിങ്ങനെയാണ് ചെയ്യുക. അതായത് ലെറ്റ് us read this line first. Print function
വാല്യൂ ഓഫ് ദ സീരീസ് അറ്റ്, അതായത് നമുക്കൊരു സെന്റൻസിൽ രണ്ടിടത്ത് നമുക്ക് ഇൻപുട്ട് ആവശ്യമുണ്ടെങ്കിൽ, ഒരു സെന്റൻസിൽ രണ്ടിടത്ത് നമുക്ക് ഇൻപുട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമാറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഇവിടെ. അതെങ്ങനെയാന്ന് വെച്ചാൽ വാല്യൂ ഓഫ് ദ സീരീസ് അറ്റ്, ആദ്യം സീറോ സിംഗിൾ ഇൻവേർട്ടഡ് അല്ല കേർലി ബ്രാക്കറ്റ് 0 ക്ലോസ് കോളൻ കേർലി ബ്രാക്കറ്റ് 1 ക്ലോസ് സിംഗിൾ ഇൻവേർട്ടഡ് കോമ. ഓക്കെ, അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഫോർമാറ്റ് ഫംഗ്ഷൻ എഴുതും. ഫോർമാറ്റ് ഫംഗ്ഷൻ എക്സ് വാല്യൂ കോളൻ സീരീസ് അണ്ടർസ്കോർ വാല്യൂ. അപ്പൊ ഈ ഒരു ഇതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു രീതി നമ്മൾ ഫോർമാറ്റ് ഫംഗ്ഷൻ കൊടുക്കുവാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഇതൊരു ശരിക്കും ഒരു നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കീ വാല്യൂവിന്റെ ഫോമിലാണ് കിടക്കുന്നത്. സോ ഹിയർ സിംഗിൾ ഇൻവേർട്ടഡ് 0 കോളൻ സിംഗിൾ ഇൻവേർട്ടഡ് 1 എന്ന് സിംഗിൾ ഇൻവേർട്ടഡ് അല്ലല്ലോ, കേർലി ബ്രാക്കറ്റ് 0 കോളൻ കേർലി ബ്രാക്കറ്റിൽ 1 ഈ ഒരു ഫോമിൽ കിടക്കുവാണെങ്കിൽ, അത് കഴിഞ്ഞ് നമ്മൾ ഫോർമാറ്റ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ 0യ്ക്ക് പകരം എക്സ് വാല്യൂവും 1ന് പകരം സീരീസ് വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഓക്കെ, സോ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. വാല്യൂ ഓഫ് ദ സീരീസ് അറ്റ് ദിസ്. ഈ ഒരു ഫോർമാറ്റിൽ കിടക്കുമ്പോൾ instead of 0 the Python will read x value, and instead of 1 the Python will read series value. Okay, so in the same way, if നേരത്തെ ഈ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ആണ്, നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക, ഈ ഒരു പ്രിന്റ് ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇനിയും we require 2 values to be inputted from the user. So for that we will be രണ്ട് തവണ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇവിടെ if ഈ ഒരു എക്സ്പ്രഷന് പകരം ടെക്സ്റ്റിൽ കിടക്കുന്ന അതേ പ്രോഗ്രാം നമുക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് if _name equal to single inverted _ mean single inverted close colon. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതേപോലെ തന്നെ ചെയ്യുക. ഇവിടെ n is equal to input. So first we need രണ്ട് input values ആണ്, ഒന്ന് n ഉം ഒന്ന് x value. So first n equal to input function single inverted comma enter the number of terms of the series colon. ഇത്രയും പ്രിന്റ് ആയി കിട്ടും. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ഏത് വാല്യൂ എൻ്റർ ചെയ്യുന്നു that will be considered as the value of n by the Python. Another x value equal to input function single inverted comma enter the value of x. Okay, enter the value of x colon. ഇത്രയും കാര്യം പ്രിന്റ് ആയി കിട്ടും. And after that sentence whatever we write, the computer will consider as the x value. And ഇനി നമ്മുടെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കും? പ്രിന്റ് അണ്ടർസ്കോർ സീരീസ് ഫംഗ്ഷൻ int. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പം അത് ലാസ്റ്റ് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആ ഒരു ഫംഗ്ഷൻ നെയിം വെച്ച് എക്സിക്യൂട്ട് ചെയ്യാനോ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. പ്രിന്റ് അണ്ടർസ്കോർ സീരീസ് ബ്രാക്കറ്റ് ക്ലോസ് int n. ഇൻറ്റിജർ ആണോന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, ഇറ്റ്സ് അപ് ടു അവർ വിഷ്. ഇൻറ്റിജർ ആയാൽ നല്ലതാണ്, ഇൻറ്റിജർ ആയാൽ കുറച്ചുകൂടി വൃത്തിയായിട്ടിരിക്കും. ഓക്കെ, int n comma float x value. Okay, so if we execute the program we'll be getting the following output. എങ്ങനെയാ കിട്ടുക ഔട്ട്പുട്ട്? നമ്മൾ ഇനി ഇത്രയുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം കമ്പ്യൂട്ടർ ഇങ്ങനെ എഴുതി കാണിക്കും. enter ഇത്രയും കാര്യങ്ങൾ എഴുതി കാണിക്കാൻ പോകുന്നത്. enter the number of the terms in the series. enter the number of the terms in the series. അത് കഴിഞ്ഞൊരു കേഴ്സർ കാണും, ബ്ലിങ്കിങ് കേഴ്സർ. സോ ആ കേഴ്സറിൽ നമുക്ക് ഇഷ്ടമുള്ള എന്നിന് വാല്യൂ കൊടുക്കുക. സപ്പോസ് 5 എന്ന് കൊടുത്തുന്നില്ല, 5 കൊടുത്തിട്ട് when we are giving enter കൊടുക്കുമ്പോൾ അടുത്ത
വാല്യൂ എൻട്രി ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെടും. ദാറ്റ് ഈസ് എൻറ്റർ ദ വാല്യൂ ഓഫ് എക്സ്. സോ എക്സിനൊരു വാല്യൂ എൻട്രി ചെയ്യാൻ പറയുമ്പോൾ സപ്പോസ് വി ആർ പുട്ടിങ് 1.2. ഓക്കെ, 1.2 എന്നുള്ള ഒരു വാല്യൂ ഒരു ഫ്ലോട്ട് വാല്യൂ ആണ്. ഫ്ലോട്ട് വാല്യൂ നമ്മൾ പുട്ട് ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ എൻറ്റർ അമക്കുമ്പം ഈ രണ്ട് ഔട്ട്പുട്ടായിട്ട് വരും. We'll be getting this two outputs. Okay, x plus x square by 2 plus ഇത് ഇത്രയും വരാനുള്ള കാര്യം എന്താ, നമ്മൾ പ്രിന്റ് സീരീസ് ഡിഫൈൻ ചെയ്തപ്പോൾ ഉപയോഗിച്ച് പ്രോഗ്രാം അനുസരിച്ചാണ് നമുക്ക് ഇത്രയും ഫോർ ലൂപ്പ് ഒക്കെ യൂസിങ് ഫോർ ലൂപ്പ് വി ഹാവ് ഡിഫൈൻഡ് പ്രിന്റ് സീരീസ്. സോ അക്കോർഡിംഗ് ടു ദാറ്റ് വിൽ ബി ഗെറ്റിംഗ് ദിസ് ഔട്ട്പുട്ട്. അനദർ ഇത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു, പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഫോർമാറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എക്സ് നമ്മൾ എക്സിന് ഏത് വാല്യൂ കൊടുത്തോ ആ വാല്യൂ ഇവിടെയും, അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു എക്സ് വാല്യൂ ഉണ്ടല്ലോ, അതായത് എക്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഇവിടെയും വരും. എക്സിന് പകരം 1.2 പുട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ഇത്. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് പ്രോഗ്രാം. സോ ഇത് ഈ രണ്ട് പ്രോഗ്രാമും നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്ത് റൺ ചെയ്ത് നിങ്ങൾ എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക.